എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മി ഗോവിന്ദ് ബലിയിടുന്ന കടൽപ്പുറത്തേക്ക് വരുവാണ്. ആ സമയത്ത് അവിടെ സത്യദാസ് നിൽക്കുന്നുണ്ട്. സത്യദാസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി. ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്നുള്ള ചിന്ത ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും ഗീതു തന്നെ വിളിച്ചതെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ അവരുടെ അരിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഗോവിന്ദ് ബലിയിട്ടോണ്ടിരിക്കുവായിരുന്നു. ഗോവിന്ദ് ബലിയിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് വിജയലക്ഷ്മി ആയ സത്യദാസിന്റെ അരിയിലേക്ക് ചെല്ലുന്നത്. പിന്നീട് സത്യദാസിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെയെന്ന് ചോദിക്കാം. വിജയലക്ഷ്മി, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. അതിനു വേണ്ടിയിട്ട് മാത്രം. എനിക്കറിയാം ഇത്രയും കാലം നീ എൻ്റെ മോളെ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ എനിക്ക് എൻ്റെ ശിവേനെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അയാൾ അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുകയാണ് സത്യദാസ്. ഈ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീത വിജയലക്ഷ്മിയുടെ നേരെ നോക്കുകയാണ്. വിജയലക്ഷ്മി പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞ? നിങ്ങളുടെ മോളോ? എന്താ നിനക്ക് വിശ്വാസമാവുന്നില്ലേ? എന്റെ മോളാ ശിവ, എനിക്ക് അവളെ കാണണമെന്ന് പറയണം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, ഓഹോ അങ്ങനെയല്ലേ, അപ്പൊ നിങ്ങൾ എന്റെ ഭർത്താവാന്നും കൂടെ തീരുമാനിച്ചില്ലേ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ചെമ്പകശ്ശേരിയിലേക്ക് പോയേക്കാന്ന് പറയണം. ചെമ്പകശ്ശേരിയിലേക്ക്? അതെ, ചെമ്പകശ്ശേരിയിലേക്ക് പോവാം. അവിടെ ചെന്ന് നമുക്ക് സംസാരിക്കാം. അവിടെ വെച്ച് മോളെ കാണാം. അത് പോരേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി കളി പന്തി ആവില്ലെന്ന്. പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു, അത് വേണ്ട, ചെമ്പകശ്ശേരിയിലേക്ക് ഒരു കാരണവശാലും ഞാൻ വരില്ല. എന്നെ കൊല്ലാൻ പോലും മടിക്കാത്തവളാ നീ. എനിക്കറിയാം അത് നീ ചെയ്യൂന്ന്. ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയണം. അത് കേട്ടത് ഗീതു ഒന്ന് ഞെട്ടി. ഗീതു പെട്ടെന്ന് പറഞ്ഞു, അതെ, എന്റെ അമ്മ ആരെയും കൊല്ലാനുള്ള അതിനുള്ള കഴിവൊന്നും ഉള്ള സ്ത്രീയല്ല. എന്റെ അമ്മ ആരെയും കൊല്ലില്ല എന്ന് പറയാം. മോൾക്ക് എന്തറിയാ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വിജയലക്ഷ്മിക്ക് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വിജയലക്ഷ്മി എന്ത് ചെയ്യണം? നീ എന്താടാ പറഞ്ഞേ? ഞാൻ നിന്നെ കൊല്ലൂന്നോ? അതെ, നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യണം? അയാളെ പിടിച്ചിട്ട് അങ്ങോട്ട് തള്ളി വിടുവാണ്. നിന്നെ കാണിച്ചു തരാടാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഗീതുവൊക്കെ ഇടയ്ക്കിലേക്ക് വന്ന് കയറുവാണ്. ഗോവിന്ദു അപ്പം അങ്ങോട്ടേക്ക് വന്നു. ഗോവിന്ദ് പറഞ്ഞു, എന്താ എന്താ എവിടെ നിന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇയാളെ നീ ശരിയാക്കുമെന്ന് പറയണം. ദേ ഇവിടെ വെച്ച് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മയുടെ ബലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ ഈ നാടകങ്ങളൊക്കെ ഇവിടെ വെച്ച് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാൻ വിജയലക്ഷ്മിയോട് പറയാണ്. വിജയലക്ഷ്മിക്ക് ആ പട സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ഗീതനോട് പറഞ്ഞു, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബലിയിട്ട് ഡ്രസ്സ് മാറ്റാണ്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം വിജയലക്ഷ്മിയുടെ അയാൾ പറഞ്ഞു, എൻ്റെ മോളെ ഒരു നിമിഷം കാണണമെന്നല്ല ഞാൻ പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഒന്ന് കാണിക്കാൻ മാത്രമല്ലേ പറഞ്ഞോളൂ. അതിന് നീ ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട വിജയലക്ഷ്മി പറഞ്ഞു, ഇതേ സത്യദാസ ഞാന്. അപ്പം നീ എന്റെ പേരൊന്നും മറന്നു പോയിട്ടില്ലല്ലേ? എന്നെ നിനക്ക് നന്നായിട്ട് അറിയാല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടം വിജയലക്ഷ്മി പറഞ്ഞു, നീ കൂടുതൽ പറയണ്ട. എനിക്കറിയാം ഒരു കാരണവശാലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ശിവരഞ്ജിനി എന്റെ മോളാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടവൻ ഗീത പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണേ? ഒരു നോക്ക് കാണുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അമ്മ ഇങ്ങനെ വാശി പിടിച്ച് വെറുതെ എന്തിനാ? പി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും ഗോവിന്ദും കൂടെ അങ്ങോട്ട് വരുവാണ്. ഗോവിന്ദ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, അതെ, എന്റെ മോളെ എനിക്ക് ഒരു നോക്കൊന്ന് കണ്ടാൽ മതി. അതിനൊന്ന് അനുവാദം തരണമെന്ന് ഒന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദ് പറഞ്ഞു, ശിവരഞ്ജനി നിങ്ങളുടെ മോളാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാന്ന് പറയണം. ഇത് കേട്ടോ വിജയലക്ഷ്മി, പാടില്ല, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലെന്ന് പറയണം. നിങ്ങളെ അറക്കൽ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ കാണിക്കാന്ന് പറയണം. ഇത് കേട്ടോ ഗീത പറഞ്ഞു, കണ്ണേട്ടാ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ട. വീട്ടിലേക്ക് കൊണ്ടുപോകുന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, ആ പുറത്തിറക്കി കാണിച്ചാലും മതി. പുറത്തിറക്കി നിർത്തിയിട്ട് ഒന്ന് കാണിച്ചാൽ പോരേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി തനിക്ക് അറക്കൽ വീട്ടിലേക്ക് കയറാൻ പറ്റില്ലെന്ന്. അപ്പൊ അടുത്ത നമ്പർ ഇട്ടേ മതിയാവുള്ളൂ. പെട്ടെന്ന് തന്നെ അയാൾ എന്ത് ചെയ്യുവാണ്, അയ്യോ അങ്ങനെ പറയരുത്, എനിക്ക് എൻ്റെ മോളെ കുറച്ച് ദിവസം അടുത്ത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടുള്ള കൊതി കൊണ്ടാ ഞാൻ അവളുടെ അച്ഛനാന്ന് പറയണ്ട. പക്ഷെ എനിക്ക് അവളെ ഒന്ന് കാണണം. കുറച്ച് നാൾ മാത്രം എനിക്ക് അവളോടൊപ്പം താമസിക്കണം. ഇനി ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പോലും അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ട വിജയലക്ഷ്മി പറഞ്ഞു, കാണാൻ അത്ര ആഗ്രഹമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പുറത്ത് വെച്ച് മോളെ കണ്ടു പോയിക്കോളാൻ പറയണം. നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, അന്നാ അങ്ങനെ ചെയ്യാന്ന് പറയണം. അത് വേണ്ട, എനിക്ക് കുറച്ച് നാളും കൂടെ എൻ്റെ മോളോടൊപ്പം താമസിക്കണം എന്നുണ്ടെന്ന് നമ്മൾ പറയണം. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിക്കാന്ന് പറയണം. ഇത് കേട്ട അയാളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അത് ശരിയാവത്തില്ല. റിസോർട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ കൊല്ലും. ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയാ. ഇത്രയും കാലം ഇവരെന്നോട് ചെയ്ത ചതി എന്താണെന്നറിയാവോ? എന്റെ ശിവ ഉണ്ടായതിന് ശേഷം എന്നെ കള്ളക്കേസ് കുടുക്കി ഇവരും ആ അനാർക്കലിയും കൂടെ കൂടി ചേർന്നാണ്. അനാർക്കലിയേക്ക്
ലക്ഷ്മിക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇവളെ. എനിക്കിഷ്ടമില്ലായിരുന്നു അനാർക്കലിയായിട്ട് ഇവള് കൂട്ടുകൂടുന്നതിനോട്. പക്ഷെ ഇവളെന്നെ എതിർത്തു. അവസാനം അവളുമായിട്ട് കൂട്ടുകൂടിയിട്ട് എന്നെ തകർക്കാനായിട്ട് കള്ളക്കേസ് കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവസാനം ഞാൻ പോലീസ് സ്റ്റേഷൻ ജയിലിലും ഒക്കെ ആയി. പിന്നീട് എൻ്റെ മോളെയും കൊണ്ട് ഇവള് പോവുക ചെയ്തേ. പിന്നെ ഞാൻ എൻ്റെ മോളെ കണ്ടിട്ട് പോലില്ല. എൻ്റെ മോളെ അവസാനമായിട്ടൊന്ന് കാണണം. ഒരു പക്ഷേ ഞാൻ വേറെ എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കെൻ്റെ മോളെ കാണാൻ പറ്റില്ല. ഇവരെന്നെ കൊന്നു കളയുന്നു പറയണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ആരും കൊല്ലാൻ പോകുന്നില്ല. നിങ്ങൾ ആരെ കൊല്ലാൻ വരുന്നേ? ആരും കൊല്ലില്ല എന്ന് പറയണം. ഗീത പറഞ്ഞില്ല, ആര് കൊല്ലാനാ, എൻ്റെ അമ്മ പാവമാന്ന് പറയണം. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തിന് വിജയലക്ഷ്മിക്ക് അവിടെ ഭ്രാന്തളകിപ്പോയി. നിന്നെ ഞാൻ കൊല്ലൂ അല്ലേടാ, അന്ന പിന്നെ പിന്നത്തേക്ക് ആക്കുന്ന എന്തിനാ? എന്താളും കൊല്ലൂന്നല്ല പറഞ്ഞേ, ഇപ്പൊ തന്നെ കൊന്നേക്കാന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യണം? പിടിച്ചങ്ങോട്ട് തള്ളിക്കൊണ്ട് പോവാണ്. നിന്നെ ഞാൻ കടലിൽ മുക്കി കൊല്ലൂന്ന് പറഞ്ഞോണ്ട് ആ വെള്ളത്തിനങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ്. പിന്നീട് അങ്ങ് തള്ളി വിടുവാണ്. അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് ഓടി വന്നു. എന്താ അമ്മ കാണിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ഗീതു അങ്ങോട്ട് മാറ്റി വിടുവാണ് വിജയലക്ഷ്മിനെ. പിന്നീട് ഗോവിന്ദ് വന്ന് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മോളെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമാണ്, വാ ഞാൻ കൊണ്ടേ കാണിക്കാം, ആരും നിങ്ങളെ തടയാൻ പോകുന്നില്ലെന്ന് പറയാണ്. വിജയലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞു, മോനെ നീയ വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ ചെയ്ത ചതിയൊക്കെ എനിക്ക് അറിയാമെന്ന് പറയാം, ഇനി എന്നോട് കൂടുതൽ സംസാരിക്കാനൊന്നും വരണ്ട. ഇവർക്ക് അങ്ങനെ മോളെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന് പറയണം. ഇത് കേട്ടതും സത്യദാസ് പിന്നെ അഭിനയിക്കുവാണ്. എനിക്ക് കുറച്ചുനാള് ഒരാഴ്ചയെങ്കിലും എനിക്ക് എൻ്റെ മോളോട് താമസിക്കണമെന്നുണ്ട്. പക്ഷെങ്കിൽ അവൾ ഒരിക്കലും അറിയാൻ പാടില്ല ഞാൻ അവളുടെ അച്ഛനെന്നുള്ള കാര്യം. കാരണം ഈ പ്രായമായ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഇനിയിപ്പം ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മോളോടൊപ്പം താമസിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും ഞാൻ മരിച്ചു പോകും. കാരണം എനിക്ക് അത്രമാത്രം അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറെ കാലം ജയിലിൽ കിടന്നതല്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ വിജയലക്ഷ്മി, നിനക്ക് ഞാൻ ഒരിക്കലും ഒരു ബാധ്യമായിട്ട് വരത്തില്ല. എനിക്ക് എൻ്റെ മോളെ മാത്രം മതി. അവിടെ നിന്ന് കണ്ടു ഞാൻ പോയിക്കോളാം എന്ന് പറയാം. അവസാനം വിജയലക്ഷ്മിയോട് ഗോവിന്ദ് പറഞ്ഞു, അതെ ഇനിയിപ്പം നിങ്ങളൊന്നും നോക്കണ്ട, ഞാൻ ഇയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്താളാം. അറക്കൽ കുടുംബത്തിലേക്ക് പോകാനല്ലോ, ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച മാത്രം നിങ്ങളെ ഞാനിവിടെ താമസിപ്പിച്ചോളാം. ഒരാഴ്ച താമസിപ്പിച്ച് രഞ്ജുവിനെ കണ്ട് രഞ്ജുവിൻ്റെ അടുത്ത് കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരികെ പോകാമെന്ന് പറയണം. ഇത് കേട്ട അയാൾ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു, അത് മതി, അത് മാത്രം മതി, എനിക്ക് അത്ര ഒരു ഉപകാരം ചെയ്തു തന്നാൽ മാത്രം മതി, ഞാൻ പിന്നീട് പോയിക്കൊള്ളാം, ഞാൻ ഒരു ശല്യത്തിനും വരത്തില്ല എന്നൊക്കെ പറയണം. ഈ സമയം ഗോവിന്ദനെ വിളിച്ചോണ്ട് ഗീത അങ്ങോട്ട് പോവാണ്. അല്ല, നമ്മൾ ഇയാളെ എന്തു പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകും? എന്താ പറയണ്ടേ? ഇനിയിപ്പോ ഗോവിന്ദന്റെ രണ്ടാനച്ഛനാന്ന് പറയണോ? അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാം. പിന്നെ എന്ത് പറഞ്ഞാൽ കൊണ്ടുപോകണേ? ഒരു കാരണം വേണ്ടേ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്? ഇപ്പൊ നമ്മളോട് കൊണ്ടുപോകണേ കുഴപ്പമില്ല, ഇയാൾ തന്നെ കയറി വരണമെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും. നമ്മൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിർത്താം. പക്ഷെ രഞ്ജു ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞാൽ അത് ശരിയാ, രഞ്ജു അറിയാൻ പാടില്ല. പക്ഷേങ്കിൽ അവൾക്കൊരു അച്ഛന്റെ സ്നേഹം കുറച്ച് നാളെങ്കിലും കിട്ടുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ ഗീതോ? അതുകൊണ്ട് മാത്രം ഇയാളെ കൊണ്ടുപോകുന്നേ. പിന്നെ ആ സമയത്ത് നമുക്ക് ഇയാളെ രഞ്ജുവിനെ നിരീക്ഷിക്കുകയും ചെയ്യാം. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനും സാധിക്കുമല്ലോ എന്ന് പറയണം. അങ്ങനെ അവരാ തീരുമാനം എടുത്തു. പിന്നീട് അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പോരെ, നിങ്ങളെ ഞാൻ അറക്കൽ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറയണം. ഈ സമയത്ത് വിജയലക്ഷ്മിനെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുവാണ് അയാള്. കാരണം നല്ല ഒന്നാം തന്നെ ഒരു ചിരി അങ്ങ് ചിരിക്കുവാണ്. നിനക്കിട്ടുള്ള പണി ഞാൻ തന്നെന്നുള്ള രീതിയിൽ ഇനി ഞാൻ അറക്കൽ വീട്ടിലേക്ക് കയറാൻ പോവാം, അറക്കൽ കുടുംബം ഞാൻ ഇനി അടിത്തറ ഇളക്കാനായിട്ട് പോവാന്നുള്ള രീതിയിലുള്ള ചിരിയായിരുന്നു. വിജയലക്ഷ്മിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഗോവിന്ദും അയാളും കൂടെ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് വിജയലക്ഷ്മി ഗീതുവിന്റെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഗീതു പെട്ടെന്ന് കോൾ എടുക്കുവാണ്. ഗീതുവിന് മനസ്സിലായി എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഒരിക്കലും അമ്മ ഇങ്ങനെ കള്ളത്തരം പറയുന്ന ആളല്ല. അച്ഛൻ മരിച്ചു പോയെന്നാണ് പറയണേ രഞ്ജുവിന്റെ. അങ്ങനെ അച്ഛൻ മരിച്ചെന്ന് കള്ളം പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പൊ ഇയാൾ എവിടുന്ന് വന്നെന്നോ എന്തിനു വന്നെന്നോ ഉള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരു പക്ഷെ ഇതിനകത്ത് സത്യാവസ്ഥയുണ്ടോ അതോ കള്ളത്തരമാണോ എന്നൊക്കെ ഒരു നിമിഷം ഗീതവും ചിന്തിച്ചു പോകുന്നുണ്ട്. കാരണം അയാളുടെ പ്രകടനം കണ്ട ഒരിക്കലും ആരും അങ്ങനെ സംശയിച്ചു പോയില്ല, അത്ര പാവത്താനെ കൂട്ട് ആണ്. പക്ഷെ ഗീതുവിന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.